മുതലപ്പുഴയിൽ മത്സ്യബന്ധനം അസാധ്യമായ സാഹചര്യം വന്നതോടെ സമരം കൂടുതൽ കടുപ്പിക്കാൻ മത്സ്യത്തൊഴിലാളികൾ. മുതലപ്പുഴയിൽ കുടിൽ കെട്ടിയുള്ള സമരം ഇന്നു മുതൽ തുടങ്ങും. അതിനിടെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ വിളിച്ച സമവായ ചർച്ചയും ഇന്ന് നടക്കും. ഗോകുൽനാഥ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ സമവായ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇരു വിഭാഗവും മുന്നോട്ട് വയ്ക്കുക? ശാശ്വത പരിഹാരം എന്ന സമരക്കാർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഡ്രഡ്ജിംഗ് നടത്തി അവിടെ നിന്നും പുഴയിൽ നിന്നും മണൽ നീക്കം ചെയ്യുക എന്നത് മാത്രമാണോ? മോദി, തീർച്ചയായും 6 മീറ്ററോളം നമ്മൾ ഈ കാണുന്ന മണൽത്തിട്ടയും കൂനയും ഒക്കെ മാറ്റിയാൽ മാത്രമേ ഈ പ്രദേശത്ത് ഇനി മത്സ്യബന്ധനം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ചെറിയ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ മണൽ അടിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് ഇത് കടലിനോട് ചേർന്നുള്ള പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രദേശമാണ്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് ഒരു മരുഭൂമിയായി മാറിയ ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വളരെ കുറച്ചു പേരൊക്കെ ഇറങ്ങുന്നുണ്ട്. ചെറുവള്ളങ്ങളിൽ ഇറങ്ങാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ചെറുവള്ളങ്ങൾ മണലിൽ പൂഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ മത്സ്യബന്ധനം പൂർണ്ണമായിട്ടും താറുമാറായി, ജനജീവിതം വലിയ ബുദ്ധിമുട്ടിലായി. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇവിടെ തൊഴിലെടുത്തുകൊണ്ടിരുന്നത്. അവർക്കൊക്കെ തന്നെയാണ് ഒരു തൊഴിലിടം, വളരെ പെട്ടെന്ന് ഒരു തൊഴിൽ നഷ്ടമായാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അവർക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മണൽ പൂർണ്ണമായി മാറ്റാതെ ഇവിടെ മത്സ്യബന്ധനം യാതൊരു വിധത്തിലും സാധ്യമാവില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങളൊക്കെ ഈ മണൽക്കൂനയാണ്. ഇപ്പോൾ ഈ ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയ മണൽക്കൂനയാണ്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണൽ നീക്കം അത് അസാധ്യമാണ്. അത് വലിയ രീതിയിൽ മുൻപോട്ട് പോകുന്നില്ല. അപ്പോൾ 6 മീറ്ററോളം ഇത്തരത്തിൽ മണൽ മാറ്റണമെന്നുണ്ടെങ്കിൽ വലിയ ഡ്രഡ്ജർ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. അതിപ്പോൾ കണ്ണൂരിൽ നിന്ന് എത്തിക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് വലിയ ഡ്രഡ്ജർ എത്തിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രക്ഷോഭത്തിലാണ്, പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇത്തരത്തിൽ ഇവരുടെ തൊഴിൽ പൂർണ്ണമായും നിലച്ചിട്ട് ഒരാഴ്ച കഴിയുകയും ചെയ്തു, പിന്നിടുകയും ചെയ്തു. ഇത് മുൻപ് തന്നെ മന്ത്രിതലത്തിലും അതേപോലെ തന്നെ ഫിഷറീസ് വകുപ്പിലും ഒക്കെ മുൻപിൽ ഇവർ എത്തിച്ചതാണ്. കാരണം ഇവിടെ ഇത്തരത്തിൽ മണ്ണടിയുന്ന ഒരു പ്രതിഭാസമുണ്ടെന്നും അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടുന്നെന്നും ഒക്കെ മുൻകൂട്ടി തന്നെ പറയുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഈ വിഷയത്തെ അത്ര കാര്യമായി കാണാത്തത് കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിൽ മണലടിയുകയും എനിക്ക് പിന്നിൽ ഈ കാണുന്നത് പോലെ തന്നെ ഇത്രത്തോളം മണൽ അടിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തത്. അത് വീണ്ടും വീണ്ടും ഇതുപോലെ ഡ്രഡ്ജ് ചെയ്ത് നീക്കുമ്പോൾ ആ പ്രദേശം മുഴുവനും ഇതുപോലെ മണൽ കൂമ്പാരമായി മാറില്ലേ? സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടിയായിരിക്കും അതിനുവേണ്ടി ഇവർ ആവശ്യപ്പെടുക, പ്രതിഷേധക്കാർ? മൊത്തം ഇതിൽ തീർച്ചയായും ഒരു ശാസ്ത്രീയ വശം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ശാസ്ത്രീയമായി ഈ മണൽ നീക്കം മുൻപോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ മണൽ നീക്കം ശാസ്ത്രീയമായി നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് 3 അടിയോളം മണൽ മാറ്റുകയാണെങ്കിൽ, 3 ഘനമീറ്ററോളം മണൽ മാറ്റുകയാണെങ്കിൽ 30,000 ഘനമീറ്റർ മണൽ വീണ്ടും വന്ന് അടിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ളൊരു മണൽ നീക്കം നടക്കുന്നില്ല. വലിയ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് മണൽ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ശാസ്ത്രീയമായ മണൽ നീക്കം ഇവിടെ നടക്കുന്നില്ല. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രിക്കെതിരെ വരെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മണൽത്തിട്ടയ്ക്ക് മുകളിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഷെഡ് കെട്ടി പ്രതിഷേധിക്കാനായി മത്സ്യത്തൊഴിലാളികൾ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ മണൽ മാറ്റുന്നുണ്ട്. പക്ഷേ അതൊക്കെ വലിയ രീതിയിൽ മുൻപോട്ട് പോകില്ല എന്ന് നമുക്കറിയാം. കാരണം ഇത്രയും ഘനമീറ്ററൊക്കെ മാറ്റണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും പ്രദേശവാസികൾ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ടെന്നുള്ളതാണ്. ചേട്ടാ, ഇവിടുത്തെ ഈ മണൽ നീക്കമൊക്കെ മുൻപോട്ട് പോകുന്നുണ്ടോ? ഇതും കൊണ്ട് കാര്യമുണ്ടോ? ഇങ്ങനെ മണൽ നീക്കിയിട്ട് കാര്യമുണ്ടോ? വലിയ ഡ്രഡ്ജർ വരണം. അപ്പൊ അതിനായിട്ട് ഇപ്പൊ നിലവിൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ പോവുകയാണെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഈ നിലവിലത്തെ ഈ ഡ്രഡ്ജർ വഴി മാറ്റിയ മണൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും മണൽ നീക്കം അങ്ങനെ മുൻപോട്ട് പോകുന്നുണ്ട്. സാധാരണ ഈ സമയത്തൊക്കെ, അതായത് 7 മണി സമയത്തൊക്കെ തന്നെ ഇവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഉണ്ടാവാറുണ്ട്, മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ഥിതി അതല്ല. ഇവിടെ മുൻപ് പഴയതുപോലെ മത്സ്യബന്ധനം ഇല്ല, പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. അതുപോലെ തൊഴിലാളികളെ കൊല്ലത്തേക്ക് നീക്കാനുള്ള സർക്കാർ തല നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ പ്രാവർത്തികമല്ല. കാരണം പലപ്പോഴും ഈ കൊല്ലത്തേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളെ പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അവിടെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്.
പറയാറുണ്ട്. അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ തന്നെ അത് ശാശ്വതമായ പരിഹാരമല്ല. കാരണം ഇവിടെ നിന്ന് ഈ മണൽ മാറ്റിയാൽ മാത്രമേ ഇനിയുള്ള ജീവിതം മുൻപോട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഉപജീവനം മുൻപോട്ട് പോവുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അങ്ങനെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും പ്രതിഷേധത്തിന് ഇറങ്ങിയാണ്. CITU അടക്കമുള്ള സംഘടനകളുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിയുമായി CITU തന്നെ രംഗത്ത് വരികയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒരു ജനത്തിന്റെ ജീവിതം പൂർണ്ണമായും നിലച്ച ഒരവസ്ഥയാണ്. വളരെ പെട്ടെന്ന് തൊഴിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അധികൃതർക്ക് കഴിയുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും ഇന്ന് സമവായ ചർച്ച വച്ചിട്ടുണ്ടല്ലോ. കുടിൽ കെട്ടിയുള്ള സമരം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് നീക്കുന്നതിനിടയിലും സമവായം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.